നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാരണം ഐ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് ഒരു 40കൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും നമുക്ക് കണ്ണാട വെക്കേണ്ടതായിട്ട് വരും. 40 കഴിഞ്ഞ ഒരു മനുഷ്യനെ പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒരു കണ്ണാട ഉണ്ടായിരിക്കും അല്ലേ? അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ കണ്ണിന് ചുറ്റും നിറയെ റിങ്കിൾസ് വന്നിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് പ്രായമാകുന്നതായിട്ട് കണ്ണിന് താഴെ ഡാർക്ക് കളർ വന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പ്രായം പിടിച്ചെടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കണ്ണിന് പ്രശ്നം സംഭവിക്കുന്നതിന് മെയിൻ കാരണം നമ്മൾ കണ്ണിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഞാനും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈമും എൻ്റെ മൊബൈലിലും എൻ്റെ ലാപ്ടോപ്പിലും എൻ്റെ ടാബിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഹെൽത്തിന് വേണ്ടി ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ കാരണം കൊണ്ടായിരിക്കാം ദൈവസഹായം കൊണ്ട് എൻ്റെ കണ്ണിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ കണ്ണട വെക്കുന്നില്ല എന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. സ്ഥിരമായിട്ട് നമ്മൾ ലാപ്ടോപ്പോ മൊബൈലിലോ ഒന്നും ജോലി ചെയ്യാത്തവരാണെങ്കിൽ പോലും വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിലും അത് ഐ ഹെൽത്തിനെ ബാധിക്കും. സോ നമുക്ക് ഈ എക്സസൈസസ് ഒക്കെ ചെയ്യേണ്ടത് മസിൽ സ്ട്രെങ്തനിങ്ങിനാണ്. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കാതിരുന്നാലും നമ്മുടെ കാഴ്ചശക്തിയെ അത് കാര്യമായിട്ട് ബാധിക്കും. പ്രോപ്പർ ഐ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്സ്, സിട്രസ് ഫ്രൂട്ടുകൾ ലൈക്ക് ലെമൺ ആൻഡ് ഓറഞ്ചസ്, ഫിഷ്, നട്ട്സ് ആൻഡ് സീഡ്സ്. ഇത് ഏതൊക്കെ ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി ആൻഡ് omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഭക്ഷണങ്ങൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലുള്ളവരാണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അത് പ്രോപ്പർ ഐ ഹെൽത്തിന് വേണ്ടി തന്നെയാണ്. കൺതടങ്ങളിൽ വരുന്ന ഡാർക്ക്നെസ്സിനും അല്ലെങ്കിൽ ടാൻ പോലുള്ളത് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ ഔട്ട്സൈഡ് പോകുമ്പോൾ സൺ എക്സ്പോഷറിൽ നിന്ന് നമ്മുടെ കൺതടങ്ങളെ അല്ലെങ്കിൽ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വെക്കുന്നത് സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഔട്ട്സൈഡ് പോകുമ്പോൾ വെക്കണം. അതേപോലെ തന്നെ ഒരു SPF 30 എബവ് വരുന്ന ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മസാജ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ കൺതടങ്ങളിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ഉള്ളിലോട്ടല്ല, ഔട്ട്സൈഡ് വളരെ ലൈറ്റായിട്ടൊരു മോയ്സ്ചറൈസർ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മസാജിലോട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ റെഡിയാണല്ലോ. അപ്പോൾ കൈകളിൽ മോയ്സ്ചറൈസർ ആക്കി വയ്ക്കുക. 3 ഫിംഗേഴ്സ് 2 സൈഡിലും വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്. സോഫ്റ്റ് മസാജാണ് കൊടുക്കുന്നത്. വളരെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒത്തിരി പ്രഷർ ഉപയോഗിക്കാൻ പാടില്ല. വളരെ സോഫ്റ്റായിട്ടാണ് മസാജ് ചെയ്യേണ്ടത്. മേലോട്ടാണ് മസാജ് ചെയ്യുന്നത്. അത് ഷേപ്പ്, ഭംഗി, സാഗിനെസ് വരാതിരിക്കാൻ കണ്ണിനെ സഹായിക്കും. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 സെക്കൻഡ് മാത്രമേ നമ്മളൊരു മസാജ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര ഈസി. ഓക്കെ, അടുത്തത് 20 സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇതുപോലെ. ഓക്കെ, കൗണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അടുത്തത് കണ്ണിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. 1 2 3 4 5 വിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. ഞാൻ കൗണ്ട് ചെയ്യുന്നത് സെക്കൻഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര റിപ്പീറ്റേഷൻ അത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഓക്കെ.
ഇനി കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് വീണ്ടും സെയിം റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കയ്യിലുള്ളത് മോയ്സ്ചറൈസറാണ് കേട്ടോ. അടുത്തത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അടുത്തത് കണ്ണിൻ്റെ രണ്ടറ്റത്തും കൈ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് മാത്രമേ പ്രഷർ കൊടുക്കാവൂ. വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. ഇതും സൂപ്പറാണ്. അടുത്തത് മേലോട്ടും താഴോട്ടും ഇങ്ങനെ നോക്കി വയ്ക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്. അടുത്തത് തമ്പ് ഇങ്ങനെ പിടിച്ചേക്കുക. എന്നിട്ട് എത്ര സെക്കൻഡ് നിങ്ങൾക്കത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും? യെസ്, നോക്കിയതിന് ശേഷം ക്ലോസ് ചെയ്യുക. വീണ്ടും നോക്കി നിൽക്കുക. കണ്ണ് ടയർഡാകുമ്പോൾ ക്ലോസ് ചെയ്യുക. വീണ്ടും നോക്കി നിൽക്കുക. കണ്ണ് ടയർഡാകുമ്പോൾ ക്ലോസ് ചെയ്യുക. ഈ എക്സസൈസും വളരെ നല്ലതാണ്. സോ ഇതൊരു കംപ്ലീറ്റ് ഐ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന മസാജ് ആൻഡ് എക്സസൈസാണ്. സൂപ്പറാണ്. 20 എണ്ണമല്ല ചെയ്യുന്നത്, 20 സെക്കൻഡ്സിനുള്ളിൽ എത്ര റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ഇപ്പോൾ വിങ്കിയിലൊക്കെ എത്ര സ്പീഡിൽ എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയും ഐയുടെ മസിൽസിന് വളരെ നല്ലതാണ്. ഓക്കെ, സോ എന്നും കുറച്ച് സമയം, ഇത് എത്ര സമയം വേണം? ആകെ വീഡിയോ കംപ്ലീറ്റ് 7-8 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ ഇത് ചെയ്യാൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വീഡിയോയുടെ സഹായമില്ലാതെ ചെയ്യാം. അതുവരെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ചെയ്യാം. സോ സൂപ്പർ എക്സസൈസാണ്. കുഞ്ഞുങ്ങൾക്കും ചെയ്യാം. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്ലാസ് വെക്കേണ്ട അവസ്ഥയാണ്, കണ്ണടകൾ വെക്കേണ്ട അവസ്ഥയാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യുവർ ഐ ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എൻറ്റയർ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹെൽത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ പൈസയും നിങ്ങളുടെ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. കാരണം നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് മനസ്സിലാക്കുക. ബാക്കി എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. ഹെൽത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മതിയാകാതെ വരും ആ ഹെൽത്തിനെ തിരിച്ചു പിടിക്കാൻ. അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടില്ലേ ഒരു ഇൻസ്റ്റാഗ്രാം ID, അതിലോട്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമുക്കൊരു അസുഖം വന്നിട്ട് അതിന് വലിയ എമൗണ്ട് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ആ അസുഖം വരാതെ നോക്കുന്നത്. അപ്പോൾ താങ്ക് യു. എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ലവ് യു.